കേരളത്തിൽ കൃഷിയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയാണ്. ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാർ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. കൈയരിയാണ്. ഇതാണ് ജലീലിക്ക. മൂപ്പര് ചെറിയ കൃഷിയും അതുപോലെ തന്നെ ചെറിയൊരു കച്ചവടമൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അത്ഭുതമാണ് മൂപ്പര്. സത്യത്തിൽ വലിയൊരു അതിശയമാണ് നിങ്ങൾ കാഴ്ചയില്ലാതെ ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. വാഴക്കന്ന കൊണ്ടൊന്നും നിങ്ങൾ കുറിച്ച് വയ്ക്കില്ല. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്? സ്ഥലങ്ങൾ കിളയ്ക്കാനുള്ള സ്ഥലങ്ങളാണ്, ഇവിടെ പുല്ലുണ്ടെന്നൊക്കെ എങ്ങനെ മനസ്സിലാവും? ഇത് ഈ നിലം പള്ളിക്കാരുടെ നിലം എൻ്റെ കൈ കിട്ടുമ്പോഴേ എന്നേക്കാളും ഉയരത്തിലായിരുന്നു കാട്. ആ ശരി. പിന്നെ നിങ്ങൾ കണ്ണ് നഷ്ടപ്പെട്ടു പോയ സാഹചര്യം ഒന്ന് പറയാം. കണ്ണ് നഷ്ടപ്പെട്ടത് ഈ അടുത്ത പ്രദേശത്ത് ഞാൻ പാറപ്പണിക്ക് പോകുമായിരുന്നു. പാറപ്പണിക്ക് പോയപ്പം കൂടം അടിച്ച് പാറ പൊട്ടിക്കുന്നതിന് കൂടം അടിച്ചപ്പോഴത്തേക്ക് ചറ്റ്, പാറയുടെ മുകൾ ചറ്റ് വന്ന് കണ്ണി തെറിച്ചു. കണ്ണിന്റെ ഞരമ്പ് രണ്ട് കണ്ണിലും അങ്ങനെ ഒന്നിച്ച് തെറിച്ചത് പറ വന്നങ്ങ് ചറ്റടിച്ച് ഒരു സൈസ് മുഖത്തെല്ലാം പറ്റിക്കാണല്ലേ മുറിവ്? പിന്നെ ഒരു സൈസ് പന്ന പാറയായിരുന്നു. ഇത് കല്ലില്ലാഞ്ഞ സമയത്ത് ഈ മഴക്കാലത്ത് ഞാൻ കുറെ അടിച്ച് പൊട്ടിച്ച് ലാസ്റ്റ് ഒരു വലിയൊരു കല്ല് അവിടെ കിടന്നു. ഞാനായിരുന്നു ചുമട്ടുകാരൻ. അതും കൂടെ അടിച്ച് 2 കഷ്ണം കൂടെ ആകുമ്പോഴത്തേക്ക് ലോഡാവുമല്ലോ എന്ന് വിചാരിച്ച് ബാലമെമ്പറുടെ വണ്ടിയായിരുന്നു. ലോഡാവുമെന്ന് വിചാരിച്ച് അടിച്ച ഒരു 10-20 അടി. ജലീലെണ്ണൻ നമ്മളെ നാട്ടുകാരനാണ്. കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും ആ പണ്ട് മുതലേ അധ്വാനിച്ചു വന്ന ആ ഒരു ജീവിത പാരമ്പര്യം പിന്തുടർന്ന് തന്നെ അദ്ദേഹം ഇപ്പോഴും പോകുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ, മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ പട്ടി എന്ത് പറ്റിയത്? ആ പട്ടി എന്നോടൊപ്പം വരുന്നതായിരുന്നു, നമ്മളെ വഴികാട്ടിയായിരുന്നു. പക്ഷെ അങ്ങനെ ആരോ വിഷം കൊടുക്കുകയോ എന്തോ ചെയ്തു. എങ്ങും പോകാത്തൊരു പട്ടിയായിരുന്നു. ഞാൻ എഴുതിച്ച് വന്നാലല്ലാതെ എങ്ങും പോകത്തില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സഹോദരൻ്റെ മരണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ പട്ടി അങ്ങനെ വല്ലാതെ കിടക്കുന്നു. ഞാൻ വെള്ളം കൊടുത്ത് നാക്ക് നീട്ടിയതിന് ശേഷം പിടച്ച് കണ്ണീരോട് കൂടി അത് മരിച്ചെന്ന് പറയാം. അമ്മേൻ്റെ മുമ്പിൽ കിടന്നു. അതീവ സങ്കടമായപ്പോൾ ഒരു കാര്യം, ഭയങ്കര വഴികാട്ടിയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കിടന്നാൽ ഇവിടെ നിന്ന് ജോലി ചെയ്താലേ ഇതിന്റെ കരയ്ക്കൂടെ ഒരു കാക്ക കരഞ്ഞോണ്ട് പോകാനൊക്കത്തില്ല. അപ്പോഴേ കുരയ്ക്കും. ഇവിടെ കിടക്കും. ഞാൻ കൊണ്ടുവരുന്ന ചോറും പാതി കൊടുത്ത് ഇന്ന് ഇത്ര അനുസരണയുള്ളൊരു പട്ടി ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അനുകമ്പയോ അനുഭാവമോ പിന്നെ പുലർത്തുന്നതിനപ്പുറം നമ്മുടെ സ്വകാര്യ അഭിമാനമായി അദ്ദേഹത്തിനെ കാണേണ്ടതുണ്ട്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം അധ്വാനിച്ച് ജീവിക്കുന്നു എന്നുള്ളതിൽ വളരെ അഭിമാനിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുതയാണ്. ഇങ്ങനെയുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ അഭിമാനിക്കണം. അതാണ് വേണ്ട സംഗതി. കൃഷിമന്ത്രി പി പ്രസാദ് അടക്കമുള്ള ആൾക്കാർ പിന്നെ അദ്ദേഹത്തിനെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ വന്നില്ല. വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 52 വയസ്സുണ്ട്. 15 വർഷം മുമ്പാണ് ആക്സിഡന്റ് നടന്നത്. 15 വർഷം. എന്റെ പിള്ളേർക്ക് അന്ന് പിന്നെ 3-6 വയസ്സേ ഉള്ളൂ. ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് വളരെ ദുരിതം അനുഭവിച്ചാൽ ഞാൻ വളർത്തിയത്. എന്ന് പറഞ്ഞാൽ ഈ കണ്ടവഞ്ചനെ കൃഷി ചെയ്ത് ഒരുപാട് പേരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടാനും കാല് നീട്ടാനും പോകാൻ എന്നെ കൊണ്ടൊക്കെ ഒരുപാട് നാട്ടുകാരൊക്കെ ഒരുപാട് സഹായിച്ചു ആദ്യമൊക്കെ. പിന്നെ ഇപ്പൊ നോക്കുമ്പോൾ ചിലര്, ഞാൻ ഇത് സത്യം പറയാല്ലേ, ചിലര് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മോൻ ജോലിക്കാരനായി തുടങ്ങി. കുറേശ്ശെ എന്ന് വെച്ചാൽ ഫുൾ ശമ്പളം മേടിക്കത്തക്ക പണിക്കാരനല്ല, നല്ല പണിക്കാരനായി തുടങ്ങി. പള്ളിക്ക് ഇത് വെക്കുന്നതിലുള്ളത് ഞാൻ കൊടുക്കാതിരിക്കത്തില്ല. ഇതിന് കിട്ടുന്ന ആദായത്തിന്റെ ഒരു പങ്ക് പള്ളിക്ക് കൊടുക്കും. പിന്നെ കണ്ണിന്റെ കാഴ്ച ആദ്യം ഭാഗികമായി നഷ്ടപ്പെടുകയും പിന്നെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ജമാഅത്ത് കമ്മിറ്റി പാട്ടത്തിന് കൊടുത്ത വസ്തുവിലാണ് അദ്ദേഹം കൃഷി ആരംഭിച്ചത്. ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് പുള്ളി ഇപ്പോഴും ഇങ്ങനെ. ആദ്യകാലങ്ങളിലൊക്കെ മക്കളായിരുന്നു ഈ കൃഷിയിടത്തിൽ കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ വരും. അത് വഴിയെല്ലാം തിട്ടമായി അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തന്റെ കുടുംബം ആരുടെ മുമ്പിലും കൈനീട്ടാതെ പുലർത്തണമെന്നുള്ള വിശ്വാസം അത് നല്ലത് തന്നെ. നമ്മളെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. നമ്മളെ ഇന്ത്യയിൽ തന്നെ ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നില്ല ഇതുപോലെ. എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അധികാരികളൊക്കെ ഇദ്ദേഹത്തിന് വേണ്ടുന്ന പ്രോത്സാഹനവും സപ്പോർട്ടും. ഇതിനകത്ത് സത്യത്തിൽ അനുകമ്പയല്ല വേണ്ടത്. വളരെ ചലഞ്ചായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് സർവൈവ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും പൊതുസമൂഹം കൊടുക്കണം. ഇപ്പം കൃഷിയൊക്കെ മൊത്തത്തിൽ ഇവിടെ നഷ്ടമല്ല, പിന്നെ എങ്ങനെ നിങ്ങൾ ഇത് ലാഭത്തിൽ നടത്തുന്നത്? അല്ല, ഇതിനകത്ത് മനുഷ്യന് തിന്നത്തക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീനിയോ ചേമ്പോ കാറ്റിലോ പിന്നെ യാതൊരുവിധ തീറ്റ സാധനങ്ങളും നമുക്ക് നടാൻ പറ്റത്തില്ല. പന്നി ശല്യം ഉണ്ടല്ലേ? പന്നി മുള്ളനെ ഭയങ്കരമായ രീതിയിൽ. ഇപ്പം വാഴ കുറച്ച് മഞ്ഞളും നട്ടായിരുന്നു. മഞ്ഞളും വാഴയും. മഞ്ഞള് പന്നിയൊന്നും തിന്നത്തില്ല. നിങ്ങൾ ഏതൊക്കെ ഹോസ്പിറ്റലിലെ ചികിത്സ നേടിയിട്ടുണ്ട്? തിരുവനന്തപുരം പാളയം കണ്ണാശുപത്രി ഉണ്ട്. പാളയം കണ്ണാശുപത്രി, തിരുനെൽവേലി,
ഒരുപാട് പേരുടെ സഹായങ്ങളും ഉണ്ടാകും. ഇപ്പൊ തന്നെ നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഈ പരുവത്തിലൊക്കെ ആക്കി എടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സഹായം. ഇനിയിപ്പോ പറഞ്ഞാൽ എന്റെ മോള് +2 കഴിഞ്ഞു. ഉള്ള കാര്യം പറയാതെ എന്നെ കൊണ്ട് വലിയ വിദ്യാഭ്യാസത്തിനും വിടാൻ ഒരു നിവൃത്തിയില്ല. കുട്ടിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പഠിക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും പ്രാവശ്യം. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വല്ല ലാബിലോ എന്തെങ്കിലുമൊക്കെ വിടണമെന്നുണ്ട്. പക്ഷെ എവിടെ വിടണമെങ്കിലും 50,000 രൂപ ഇല്ലാതെ ഒരു രക്ഷയില്ല. മാസം തോറും ഫീസ് കൊടുക്കാതിരിക്കാൻ നോക്കൂ. അത് പറ്റൂല. പിന്നെ ചെലവ് പോകുന്ന വണ്ടിക്കൂലി. വണ്ടിക്കൂലി പോട്ടെന്ന് നിൽക്കാം. മാസം തോറും പൈസ കൊടുക്കണം. ബോർഡം പ്രാക്കിൽ ഒരു 50,000 രൂപയൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഡൊണേഷനായിട്ടും പിന്നെ അഡ്മിഷൻ ഫീസായിട്ടൊക്കെ കൊടുക്കാൻ നമ്മളതിലുണ്ടോ? ആരെങ്കിലും മുമ്പിൽ നിന്ന് കൈ നീട്ടിയാലൊക്കെ ഉള്ളു. പഠിപ്പിച്ചില്ലെങ്കിലും എനിക്ക് എന്നെ കൊണ്ട് വലിയ പാടായി ആൾക്കാരെ മുമ്പിൽ നിന്ന് കൈ നീട്ടാൻ. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ണ് വയ്യെങ്കിലും കാഴ്ചയില്ലെങ്കിലും ഒക്കെ ഇതുപോലെ നടന്ന അധ്വാനം. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ മൊത്തത്തിൽ ഇപ്പം കൃഷിപ്പണി നഷ്ടമാണ്. പിന്നെ ചെറുപ്പക്കാരൊന്നും വരുന്നില്ല കൃഷിയിലേക്ക്. അത്രയിലെ അവസ്ഥ. ആ അവസ്ഥയിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. ഇനി എനിക്ക് കണ്ടം കിട്ടിയാൽ ഞാൻ കൃഷി ചെയ്യും. ഈ അടുത്തെങ്ങാണ് ഇങ്ങനെ വാക്കിന് ഇതുപോലെ താഴത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷുഗർ ഉണ്ടല്ലേ. പിന്നെ അത് മാറാൻ ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ അധ്വാനം, ശരീരം വേർപ്പോ. ഇല്ലെങ്കിൽ ഞാൻ എന്നാ ചുരുണ്ടുകൂടി പോയതിനായിരുന്നു. നിങ്ങൾ ഈ ചാലൊക്കെ കൃത്യമായിട്ട് അരിഞ്ഞിടുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് നമ്മൾ പഴയ ചെയ്ത് അത് കുറെ ലെവൽ ഇങ്ങനെ നോക്കും. മനക്കണ്ടുകൊണ്ട് കണക്ക് കൂട്ടുക. മനക്കണ്ടുകൊണ്ട് കറക്റ്റായിട്ട് മനക്കണ്ടുകൊണ്ട് കണക്ക് കൂട്ടുക. പിന്നെ കൈയൊക്കെ വെച്ച് നോക്കുമ്പോൾ പോച്ചയില്ല, കാല് വെച്ച് നോക്കുമ്പോൾ പോച്ചയില്ല. ഒന്ന് കാണിച്ചു തരിക എങ്ങനെയാന്നുള്ളത് നിങ്ങളെ. ഇത് ഉണ്ടോ? നമുക്കിതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം പോച്ച അവിടെ ഇരിപ്പുണ്ടെന്ന്. കാല് വെച്ച് നോക്കുമ്പോൾ അറിയാം. ഈ കാഴ്ചയുള്ളവർ ചെയ്യുന്നതിനൊക്കെ വളരെ ഭംഗിയായിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അതും ഞാൻ ഭംഗിയായിട്ട് തന്നെ, എനിക്ക് നേരത്തെ അറിയാം. ഭംഗിയായിട്ട് എല്ലാ കൃഷികളും അറിയാവുന്നത് കൊണ്ടായിരുന്നു ഞാൻ ഇപ്പം അള്ളാന്റെ കാരണയും കൊണ്ട് ഇപ്പൊ ഈ രീതിയിലെത്തിയത്. എന്തായാലും നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. ആരെ മുമ്പിലും കൈ നീട്ടാതെ ഈ പ്രായത്തിലും കാഴ്ചയും ഇല്ലാതെ ഇങ്ങനെ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും. എന്റെ പൊന്നു സഹോദരന്മാരെ, എനിക്ക് അതാ എന്നെ കൊണ്ടൊക്കാത്ത കാര്യം. എനിക്കൊരു അനുഭവം ഉണ്ട്. എന്റെ മകൾക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, മോക്ക് അപ്പൻഡീസിന്റെ ഒരു ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ വെഞ്ഞാറമ്മൂട് മെഡിക്കൽ കോളേജിൽ നടത്തിയിട്ട് വന്നു. അപ്പൊ ചികിത്സാക്കാരൻ്റെ എല്ലാം കൂടെ 36,000 രൂപ. ഇവിടെ വന്ന് പള്ളിക്കൂടം തുറക്കുന്ന സമയമാണ്. ഒരു 5,000 രൂപയ്ക്ക് വേണ്ടി ഒരു ജോഡി ഡ്രസ്സിനും പുസ്തകവും ബുക്കും മേടിച്ചു കൊടുക്കാൻ വേണ്ടി അന്ന് എൻ്റെ മോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ 3-4 പേരുടെ കൈ നീട്ടി. പണമുള്ളവരുടെ മുമ്പിലാ, എൻ്റെ ബന്ധുക്കളുടെ മുമ്പിലാ ഒരുപാട് പേര് കൈമലത്തി. ഞാൻ എൻ്റെ മോളെ പള്ളിക്കുടത്തി വിട്ടു. 1.5 മാസക്കാലം ഞാൻ പള്ളിക്കുടത്തി വിട്ടു. ഞാൻ പറഞ്ഞു മോള് പോകണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഡ്രസ്സും പുസ്തകമൊക്കെ മേടിക്കും നേരത്ത് പോയാൽ മതി. പിന്നെ പെൻഷൻ പൈസ 2 മാസം ഒരുമിച്ച് വന്നപ്പോഴാണ് ഞാൻ പുസ്തകം എടുത്ത് പള്ളിക്കുടത്തി വിട്ടത്. നമ്മുടെ ജീവിതത്തിന് നടുക്കടലിന് ഇവിടെ അകപ്പെട്ടു പോയ ഒരു പക്ഷിയാണ്. ജീവിതത്തിന് നടുക്കടലിന് ഇടയിൽ ആരും നടന്നു പോകാനൊക്കത്തില്ല. നടന്നു പോയി ആരെയും കൊണ്ടൊന്നും പേടിക്കാനൊക്കത്തില്ല. ഇപ്പൊ മെനഞ്ഞാന്ന് നിങ്ങൾ വന്നില്ലയോ, അതുപോലെ അറിഞ്ഞു കേട്ട ആരെങ്കിലും വരുന്നെങ്കിൽ നമ്മളെ സഹായിക്കാനെത്തും. ബന്ധുമിത്രാദികൾ ഒട്ടുമുക്കാലും പാവങ്ങളല്ല, ഒട്ടുമുക്കാലും നമ്മളെ തേടി വരത്തില്ല. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. എങ്കിലും നിങ്ങൾ ഇതിനിടയിലും സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. ഞാൻ ഇത് സ്വന്തമായിട്ട് തന്നെ എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു. ഈ കച്ചവടം ഞാൻ ഇവനിക്കിപ്പോൾ ഒരു ചെറിയ മുറുകാൻ കച്ചവടം ഉണ്ട്. ആ മുറുകാൻ കച്ചവടത്തിലൂടെ 100 രൂപ കിട്ടണ്ടേലി. ഒരുപാട് കിട്ടിയില്ലെങ്കിലും അവിടെയും കച്ചവടം നടക്കും. 10,000, 15,000, 25,000, 50,000 ഒക്കെ ഒരുമിച്ചെടുത്തിട്ട് പേടിക്കായി വെച്ച് കച്ചവടം ചെയ്യാനുള്ള നിവൃത്തി ഉണ്ടെങ്കിൽ കച്ചവടം അവിടെയും നടക്കും. ഒരുമിച്ച് നമ്മളതിലെ പൈസ അന്നന്ന് കിട്ടുന്നത് അന്നന്ന് കൊണ്ട് ചെലവഴിച്ച് കാര്യങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുക. വല്ലപ്പോഴും നമുക്ക് 2 കൊല കിട്ടും. ഇതുകൊണ്ട് ജീവിതകാര്യങ്ങൾ നടന്നു പോകാൻ പ്രയാസമല്ലേ? പ്രയാസമാണ്. എങ്കിലും പിന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ്, ഭയങ്കര ആശ്വാസമാണ്. ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ നടന്നു പോകും. വലിയ ആശ്വാസം തന്നെ. ഈ കാലത്ത് ആരോഗ്യമുള്ള ആൾക്കാർ പോലും കൃഷി മടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ പോലുള്ളൊരു കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ഒരു കാരണവശാലും ഇതുപോലത്തെ പണി ചെയ്യൂല. ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരിക്കലും വല്ല ലോട്ടറി കൊണ്ട് റോട്ടറിയിൽ അങ്ങനെ ഇരിക്കാനേ, അല്ലാതെ ഇതുപോലത്തെ പണിയൊന്നും ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് കൃഷിയുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളോ അനുമോദനങ്ങളോ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ ഞാനിത് ആദ്യം എടുത്ത സമയത്ത് എനിക്ക് ആദ്യം കൃഷി ചെയ്തപ്പോഴത്തേക്ക് അന്ന് ചേമ്പും ചേനയും ചീനിയും ഒക്കെ വെക്കാൻ പറ്റുന്ന സമയമാണ്. വെക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ എത്ര വർഷം? 5 വർഷം മുമ്പ്? 4 വർഷത്തിൽ ആൾ ഇത് ഞാൻ എടുത്തിട്ട് അന്ന് എനിക്ക് പഞ്ചായത്തിന്റെ ഒരു ട്രോഫിയൊക്കെ തന്നു. ട്രോഫി വന്നു. ട്രോഫി വന്നാൽ നമ്മളെ വയറ്റിനകത്തോട്ട് പോകും. നമ്മളെ വയറ്റിൽ പോകുമ്പോൾ ട്രോഫി വന്ന അതില്ല എന്തെങ്കിലും സാമ്പത്തികം കിട്ടിയാല്
നിങ്ങൾക്ക് ഞാൻ ഈ ടോപ്പി മേടിച്ചോണ്ട് നമ്മളിഞ്ഞ് പോരുന്നു. പിന്നെ ഈ പള്ളിയിലെ ഈ വസ്തുവിന് പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടലില്ല. അവര് പറയുന്ന അവര് ചാനലുകാരുടെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹനം നമുക്ക് തരുന്നുണ്ട്. അവര് വലിയ പ്രോത്സാഹനമായിട്ട് ട്രോഫി ഒന്നല്ലേ? സാധാരണ ഇങ്ങനെ ഒരാളിനെ കൃഷി ചെയ്യുന്ന ഇവര് മനസ്സുകൊണ്ട് ഈ കൃഷിഭവൻകാര് മനസ്സുകൊണ്ട് വിചാരിച്ചാണ്ടല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പിന്നെ അവാർഡ് മേടിച്ചു തരാൻ ഈ കൃഷിഭവൻകാരോ നാട്ടിൽ ഉന്നതരായ ആൾക്കാരോ കൃഷിഭവൻകാരോ ഉണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരു കാഴ്ചയില്ലാത്ത ഇത്രയും 10-50 സെന്റ് പുരയിടത്തിനകത്ത് നിലത്തിനകത്ത് ഒറ്റയ്ക്ക് കൃഷി ചെയ്യുക. ഈ വളം വരെ ഞാനാ കൊണ്ടുവരും. കൊല വെട്ടി ഞാനാ കൊണ്ടുപോകുന്നു. കൊല വെട്ടി നിങ്ങളാ കൊണ്ടുപോകുന്നത്? ഞാനാ കൊണ്ടുപോകുന്നത്. അത് കൊല പാകമായോന്ന് എങ്ങനെ അറിയും? പാകമായെന്ന് ഞാൻ ബുദ്ധിമാൻ, അതീവ ബുദ്ധിമാൻ. അതോ കൊണ്ടുവച്ചേക്കുന്ന ഏണി 3 സ്റ്റെപ്പ് കയറുമ്പോൾ മഴയിൽ എത്തത്തില്ലേ, അതിന് ഇതോ 4 പഴുത്തുള്ള ഒരു ഏണി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഏണി അല്ലേ? ഈ ഏണി കണ്ടിട്ട് കേറിയിട്ട് നോക്കും. കയറിയിട്ട് ഞാൻ കൈ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ തരും. എന്റെ പുറംതൊലിയിൽ കൈ തട്ടുമ്പോൾ എനിക്കറിയാൻ പറ്റും. പുറംതൊലി തൊടുമ്പോ അറിയാൻ പറ്റും. മഞ്ഞ അല്ല ഉരുണ്ടിരിക്കും. അങ്ങനെ കറക്റ്റ് കാ ഉരുളും. കാ ഉരുളുന്ന മനസ്സിലായി. വരിപ്പ് കാകയുടെ വരിപ്പുണ്ടല്ലോ, കൊച്ചിലെ വെറുതെ പരുവത്തി വരുന്ന വരിപ്പ്, അതങ്ങ് മാറി കാ ഉരുളും. വാഴ അല്ലാതെ വേറെ എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിനകത്ത്? ഞാൻ ഇതിനകത്ത് ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞള്, പിന്നെ പയറ്, ചീര ഉൾപ്പെടെ കൃഷി ചെയ്തിരുന്ന സർവ്വത്ര കൃഷി ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് മാന്യമായി ജീവിതം കഴിയാനുള്ള മുതൽ ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു. 2 വർഷം എനിക്ക് കിട്ടും. 2-ാം വർഷം കഴിഞ്ഞപ്പോ ഈ ജന്തു ഈ പ്രദേശത്തേക്ക് വന്നെടുത്ത് വന്യജീവി ശല്യം വന്നേ പിന്നാണ് കൃഷി ഇതായതല്ലേ? ഒന്നും ചെയ്യാൻ നോക്കാതായി പോയി. അവിടെ കുഴിയാണ്. അതൊന്നും പോകത്തില്ല, അങ്ങനെയൊന്നും മറിഞ്ഞൊന്നും വീഴത്തില്ല. ഒരു കാരണവശാലും മറിഞ്ഞു വീഴത്തില്ല. ഞാൻ ഓരോ ചുവടും പറിച്ചു അളന്നൊക്കെ വെക്കുന്നു. അങ്ങോട്ട് പോകണ്ട, അടുത്തോട്ട്. അവിടെ കുഴി ഇതൊക്കെ അളന്നും പറിച്ചൊക്കെ വെച്ച് നമ്മൾ പെതുക്കെ ചെയ്യും. നമുക്ക് ഏണി ആയിരിക്കുന്നത്. ഒല്ല വാഴക്കകത്ത് ഞാൻ കയറി നോക്കാൻ പോവാ, വിളഞ്ഞില്ലയോ. അങ്ങോട്ട് കുഴിയാണ്. ഇതാണ് എന്റെ പരിപാടി. ഇങ്ങനെ വിളഞ്ഞെന്ന് തൊട്ട് നോക്കുമ്പോ എനിക്കറിയാം. വിളഞ്ഞിട്ടില്ലല്ലോ? ഇത് വിളഞ്ഞിട്ടില്ല. ഇനി എത്ര മാസം എടുക്കുന്നത് വിളയാൻ? ഇത് എടുക്കാൻ 1 മാസം കൂടെ എടുക്കും. എത്ര പടലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ? പടലയൊന്നും നമ്മൾ എണ്ണാക്കാത്ത, അത് വെട്ടി താഴെ ഇട്ടല്ലേ അറിയാൻ പറ്റും. പൂമ്പൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഓടിക്കുന്നത്? ഇതുപോലെ കയറി ഓടിക്കും. നമ്മൾ ആരെയും ഒന്നിനെ ആശ്രയിക്കാൻ പോകത്തില്ല, എല്ലാം സ്വന്തം പരിപാടി. ഇത് ഇവിടുന്ന് ഒറ്റയ്ക്ക് ചുമന്ന ഞാൻ കൊണ്ടുവന്ന കൊല. പഴയ കാലത്താണക്കല്ല ഇപ്പം മനുഷ്യത്വം ഒരുപാട് കുറഞ്ഞ കാലഘട്ടം. മനുഷ്യത്വം കുറഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യരെ കണക്കുള്ള ഹൃദയവും ദയാലും ഒന്നും ഉള്ള മനുഷ്യരല്ല. ഇനി പള്ളിയിൽ ചെന്നിട്ട് പള്ളിക്കാർ ഇവിടെ ഞാൻ ഇതുപോലെ പറഞ്ഞു, ഇവര് നമ്മളെ ഒരുപാട് സഹായിച്ചു. ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ എനിക്ക് സാമ്പത്തികമായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴും അവര് കിണറൊക്കെ വെട്ടി തന്നു. നിങ്ങൾക്ക് എത്ര രൂപ ഒരു കട അവിടെ സെറ്റാക്കി വെക്കുന്നതിന് വേണ്ടി വരുന്നത്? ഒരു 10-50 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ കച്ചവടം ചെയ്യാം. കട ഉണ്ട് എനിക്ക് ഓൾറെഡി. അതിനകത്ത് പള്ളിക്കാർ തന്ന ഒരു ആട്ടിൻകുട്ടിയെ ഞങ്ങൾക്ക് തന്നായിരുന്നു. അതിനകത്ത് 3-4 ആടായി. കൊടുത്തിട്ടില്ല, ഒന്നിനും കൊടുത്തിട്ടില്ല. ആരെയും ഒരു പെങ്കൊച്ചിരിക്കുന്നില്ലേ, നമ്മളെ നശിപ്പിക്കത്തില്ല. ഞാൻ എന്റെ സംബന്ധിച്ച് പറഞ്ഞാൽ 10 രൂപ ഉണ്ടെങ്കിൽ അതിന് വളരെ ചുരുക്കി കൂട്ടിയുള്ള ആഡംബരമായിട്ടുള്ള ചിലവൊന്നും ഞാൻ നടത്താൻ നമുക്ക് ഇല്ലല്ലേ. മുന്നോട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ തീർന്നില്ലേ. ഇറങ്ങിപ്പോയി കൈ നീട്ടാനൊക്കത്തില്ല, യാചിക്കാനൊക്കത്തില്ല. കാരുണ്യവാനോട് ഇങ്ങനെ കരമുയർത്തിക്കൊണ്ടിരിക്കാനേ ഒക്കൂ. ഇരു കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടും സമൂഹത്തിൻ്റെ സഹതാപത്തിന് കാത്തു നിൽക്കാതെ ജീവിതത്തെ ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ മനുഷ്യൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാണ്. സത്യത്തിൽ ഇതുപോലെയുള്ള മനുഷ്യരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്, കൈപിടിച്ച് നടത്തേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഒക്കെ നാം ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി ആൾക്കാരിൽ എത്തിക്കുക. തീർച്ചയായും അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ലൊരു ഭാവി ഉണ്ടാവും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.